ഇത് നമ്മുടെ ചക്കക്കുരുവാണ് കേട്ടോ. ചക്കക്കുരു കറമ്പലൊന്നും കളയാണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതും മുരിങ്ങയിലയും കൂടി ഒരു തോരൻ വയ്ക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കറമ്പല് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു മുരിങ്ങയിലയും കൂടി ഒരു തോരൻ വയ്ക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഇടാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് ആയിക്കോളും, ഒന്ന് വാടി വന്നാൽ മതിയല്ലോ. മുരിങ്ങയിലയ്ക്ക് അങ്ങനത്തെ വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ്. അല്ല, ഇപ്പം തന്നെ ചുരുങ്ങി തുടങ്ങി. മുരിങ്ങയില പെട്ടെന്ന് അങ്ങോട്ട് ചുരുങ്ങുമല്ലോ. നമ്മൾ ഏത് കറിയിലൊപ്പം ഒരു പിടി മുരിങ്ങയില ഇടാം കേട്ടോ. നമ്മൾക്ക് തോരൻ്റെ ഒപ്പം അതിനെ പരിപ്പ് കറി വയ്ക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഒരേ പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കര സീസണാണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.